ഹലോ, നമ്മൾ എസ്റ്റയിൽ നിന്ന് വാങ്ങിയ ലെറ്റ്യൂസ് ആണ്. ഇതിപ്പോൾ ഞാൻ ഈ ഗാർഡൻ ബെഡിലോട്ട് വെക്കാൻ പോവാണ്. ബിക്കോസ് നമ്മൾ വെച്ച ലെറ്റ്യൂസ് ഉണ്ട്. ഇത് നമ്മൾ സീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിക്ക് ഇവിടെ മുഴുവൻ വളർന്നു വന്ന് ഞാനൊരു വീഡിയോ ലിങ്ക് ചെയ്യട്ടോ. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഹീറ്റ് വേവിൽ പറ്റിയതാണോ എന്താണെന്ന് അറിയത്തില്ല. ഇത് മുഴുവൻ പോയി. എന്നാൽ ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് പാസ്ലിയാണ്, അങ്ങനെ പലതിൻ്റെ കൊറിയാൻഡർ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മൾ പ്ലാന്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം ആണോ എന്നുള്ളതും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസ്ക്യൂ പ്ലാനിലാണിപ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സോയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ഈ സോയിലിൻ്റെ അകത്ത് ഇതിൻ്റെ റൂട്ട്സ്, ഡെഡ് റൂട്ട്സ് ഒക്കെ കാണും. ഞാൻ ഈ പഴയ സോയിലിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. പ്ലാന്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഭാഗം നന്നായിട്ട് കുഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു ഇവിടം വരെ അടിയിലോട്ട് വെക്കണം. അപ്പോൾ ഇവിടുന്ന് ലീഫി പിന്നെ പുതിയത് വന്നോളും. കുറച്ചധികം ഞാൻ അടിയിലോട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ബിക്കോസ് കമ്പോസ്റ്റ് ആയതുകൊണ്ട് വെള്ളം ഒന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ണൊന്നും ഇരിക്കും. അപ്പോൾ അങ്ങനെ മണ്ണ് ഇരുന്ന് കഴിയുമ്പോൾ ആ ബേസ് ഒരു രീതിയിലും പുറത്ത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ചധികം ഉള്ളിലോട്ട് കയറ്റിയിട്ട് കുഴിച്ചത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണേ. ഞാൻ കുറച്ച് സ്ലഗ് ക്ലിയറും കൂടി ഇട്ട് കൊടുക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷ്ലി വെച്ചതായതുകൊണ്ട് സ്ലഗ്സ് ഒക്കെ വന്ന് തിന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചുറ്റും ഒരു മാല പോലെ ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. സ്ലഗ്സ് നടന്നു വരുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നടന്നു വരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.